നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. വേറെന്തോ ഞാൻ കണ്ടായിരുന്നു, ഐശ്വര്യലക്ഷ്മി ഉമ്മ കൊടുക്കണമെന്നോ. അത് പണ്ട് പറഞ്ഞ കാര്യമാണ്. ഇവൻ പൊട്ടനാണ് മുതൽ. എല്ലാം പണ്ടൊന്നും അത് അല്ല. പണ്ട് പറഞ്ഞ കാര്യം പിന്നെ രണ്ടാമത് പറഞ്ഞു. പണ്ടൊന്നും പണ്ട് റീൽസിൽ പറഞ്ഞാണ്. അത് പിന്നെ വീണ്ടും പറഞ്ഞു, അത്രേ ഉള്ളൂ. അതല്ല ഉദ്ദേശം. ഓക്കെ ഓക്കെ. അപ്പം എന്നിട്ട് ഐശ്വര്യലക്ഷ്മി അടുത്തിപ്പോ ക്രഷ് ഒന്നുമില്ല, ഒന്നുമില്ല, ആരോടും ഇല്ല, ആരോടും ഇല്ല. തനിക്ക് താണുണ്ടോ? പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ ഒരുത്തം മതിയല്ലോ. ഇനിയിപ്പോ നാളെ വേറെ ആൾക്കാർ ആയിക്കോളൂ അല്ലേ? വേണമെങ്കിൽ ഉണ്ടാവാം, ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതുപോലെ സംഭവം എപ്പോ വേണമെങ്കിൽ ഉണ്ടാവാം. അതന്നത്തെ ചോരത്തിളപ്പിന് ഇതുപോലെ എത്ര റിജക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ ക്രഷ്? റിജക്ഷനേ വന്നിട്ടുള്ളൂ, എല്ലാം റിജക്ഷനാണ്. അക്സെപ്റ്റൻസ് ഒന്നും വന്നെങ്കിൽ ക്രഷിന് വേണ്ടി നിൽക്കും. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഒരാൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതോടെ, എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതോടെ തീർന്നു. ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതുവരെയും? ഇല്ല ഇല്ല. ഇത് കൂടുതൽ ഇനി എന്താ വേണ്ട? ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഈ സെലിബ്രിറ്റീസിന്റെ അടുത്ത് പോയി സെലിബ്രിറ്റീസ് പറയുന്നത്. എത്രയോ സാധാരണ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് സെലിബ്രിറ്റീസ് ഇഷ്ടമാണെന്ന് എത്രയോ സാധാരണ പെൺകുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തോ പറഞ്ഞു? താല്പര്യമില്ല. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.